ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. ഈ മാസത്തെ അടുത്ത മാസത്തെ ഒന്നിച്ച് തരാൻ ചേച്ചി ലോണ്. മോളുടെ ഫീസ് അടയ്ക്കണമായിരുന്നു. പിന്നെ വീടിന്റെ വാടക 2 മാസം കൊണ്ട് മുടങ്ങി കിടക്കും. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ ആയിപ്പോയത്. ഇല്ല അടുത്ത മാസം മുടങ്ങത്തില്ല. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ വയ്യാണ്ട് ഇവിടെ ഇരുന്ന് മോളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കാനാ? അവളെ ഒന്ന് പഠിപ്പിച്ചിറക്കണ്ടേ? അവൾക്കൊരു ജോലിയൊക്കെ ആയിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ. എന്ത് പറ്റി? അതൊന്നുമില്ല ചേച്ചി. പിന്നെ നീ എന്തിനാ കരഞ്ഞു? അത് വീട്ടിലത്തെ ഓരോരോ അവസ്ഥകളാ ചേച്ചി. എന്താ ചെയ്യാൻ, അമ്മയ്ക്കാണ് തീരെ വയ്യ. എന്നെ കൊണ്ടാണെങ്കിൽ അമ്മയ്ക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനേക്കായിട്ടുള്ള സങ്കടം ചേച്ചി. ഞാനിപ്പോൾ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് എന്തായാലും എനിക്കൊരു ജോലി നോക്കാൻ പറ്റത്തില്ല. അതൊക്കെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് സങ്കടം വന്നു ചേച്ചി. അതാ കരഞ്ഞു. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇപ്പൊ ആണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഒത്തിരി സമ്പാദിക്കുന്ന എത്ര പെൺപിള്ളേരുണ്ടെന്ന് അറിയാമോ? കോളേജിൽ പഠിച്ചാലും നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് കുറേ ജോലികൾ നമുക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. നീ ഒന്ന് വിചാരിച്ച് ചിലപ്പോൾ നിന്റെ അമ്മേനെ ഇതിൽ ബെറ്റർ ആയിട്ട് നോക്കാൻ പറ്റും. പഠിത്തത്തിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി ഓൺലൈൻ ജോബ്സ് ഉണ്ട്. അതിനകത്ത് എനിക്ക് 2-3 അറിയാം. എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഞാൻ നിനക്ക് വാട്സാപ്പ് നമ്പർ തരാം. നീ ഒന്ന് ചാറ്റ് ചെയ്ത് നോക്ക്. 18 വയസ്സ് തൊട്ട് ചെയ്യരുത്, 45 വയസ്സ് വരെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. വിശ്വസിക്കാൻ പറ്റുമോ ചേച്ചി? ജനുവനാണ്. നമുക്ക് 100% വിശ്വസിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മ നാളത്തോട്ട് ജോലിക്കൊന്നും പോണ്ട കേട്ടോ. ഇതെവിടെ നിന്ന് ഇത്രയും കാശ്? ഇത് ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച പൈസയമ്മ. 0 ഇൻവെസ്റ്റ്മെന്റാ. പിന്നെ 5 ദിവസത്തെ ട്രെയിനിങ് നമുക്ക് അവർ തരുന്നുണ്ട്. അതിനും പ്രത്യേകിച്ച് ഫീസൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഇതെനിക്ക് മാത്രമല്ലമ്മ, വീട്ടിൽ ഇരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റും, എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. എന്നും കോളേജിൽ പോയിട്ട് വന്നിട്ട് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ അമ്മയെ സഹായിക്കാൻ പറ്റിയത്.